എന്തായാലും ഇത്ര വില കൊടുത്ത് വാങ്ങിയതല്ലേ ചേച്ചി കഷ്ടപ്പെട്ട് കഴിച്ചു വന്നു. ചേട്ടന് തരട്ടല്ലേ കൊതി പറ്റും. ജഗ്ഗേ അവര് വലിച്ചാണ്ട് കൊണ്ടുപോകും. ചാള വാങ്ങിച്ചു കൊടുത്തിട്ട് അടിപൊളി ചാള. എന്താ അത്ഭുതത്തോടെ നോക്കണം. ഒരാഴ്ച കഴിയുമ്പോ സജീവൻ അങ്ങോട്ട് വരുമ്പോ സജീവ് അത്ഭുതപ്പെടും. ഈ മേഖലയിലേക്ക് ചേട്ടൻ ആക്രമണം വ്യാപിപ്പിക്കാൻ പോവാണ്. ചാളയിരുന്നു നമ്മള് ഇവിടെ ഇപ്പൊ എത്ര ദിവസമായി? 5 കഴിഞ്ഞു. എത്ര ദിവസം നിന്നൊന്നുമില്ല. ഇവിടെ ഒരുമാതിരി മുക്കാഭാഗമൊക്കെ ആയി തുടങ്ങി. ചേട്ടൻ ഇങ്ങനെ ആക്രമിച്ച് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടൻ ഇപ്പൊ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കണ്ടോ? ഒന്ന് കഴിച്ചോന്ന് പറഞ്ഞു. അല്ലല്ല കണ്ടോന്നല്ല, അല്ല കണ്ടിട്ട് പൊട്ടിക്കുക. കാണാൻ വന്നോന്ന് പറയൂ എല്ലാവരും. അല്ല കണ്ടിട്ട് പൊട്ടി. നമ്മൾ സത്യം പറഞ്ഞ അതിന്റെ പൂവും അതൊക്കെ പലവട്ടം കാണിച്ചിട്ടുണ്ടെങ്കിലും അത് കഴിച്ചിട്ടില്ല. ഡ്രാഗൺ ഫ്രൂട്ട് വേണേ പൊട്ടിക്കുന്നത് കാണാൻ വന്നോ? പൊട്ടിക്കണ് കണ്ടിട്ട് എന്തിനാ? വാ എപ്പോ? ഇപ്പന്നെയാ? ഒരാഴ്ച മുന്നേ അല്ല ചേട്ടൻ കഴിച്ചു. എല്ലാവരും ഞായറാഴ്ച ഭയങ്കര കളക്കലാ. അല്ല ചേട്ടന്റെ ചെണ്ടുമല്ലിമലൊക്കെ ദേ മുട്ടിട്ടു. കറക്റ്റ് ഓണത്തിന്റെ ടൈമിലേക്ക് പൂവുണ്ടാവാൻ ആ സമയത്ത് നടണ്ടതായിരുന്നു അല്ലേ? ഈ പറമ്പിലും കുറച്ച് നട്ടോളൂ. ചെടികളുടെ ഇടയിൽ നിൽക്കുമ്പോ പച്ചക്കറികൾക്ക് കേട് കുറവാ. ചെണ്ടുമല്ലി ഈ പറമ്പിലേ കുറച്ചാളല്ല. അപ്പൊ ഇതിന്റെ ഇടയിലേക്ക് കേറിയോളൂ അല്ലേ? ഇതിന്റെ കളർ നോക്കിയല്ലേ, എന്തൊരു പിങ്ക് കളറാ. ഉണ്ടായി നിക്കണ്. അത് എടുത്ത ജഗ്ഗോനെ എത്തോ ഉണ്ണിക്ക്? വലുത് അവിടെ കണ്ടില്ലേ? ദേ ഇനി ഇവിടെ ഒരെണ്ണം നിൽക്കുന്നുണ്ട്. ഒരെണ്ണം ചേച്ചി ഇപ്പൊ എന്നെ പൊട്ടിച്ചു വന്നു. അത് ഇവര് കഴിച്ചു എന്നിട്ട് ചേട്ടൻ വാങ്ങിയില്ലോ. എന്നിട്ട് കുഴിച്ചിട്ടാ? കുഴിച്ചിട്ടു. എവിടെയാ കുഴിച്ചിട്ടാണ്? അപ്പുറത്ത് കുഴിച്ചിട്ടുണ്ട്. ഇതിന് വെയില് വേണമെന്നല്ലേ? ചെറിയ ഭയങ്കര വെയില് വേണം ചേട്ടാ. ഒരു വട്ടം ഇതിന്റെ ഭംഗി കണ്ടിട്ട് ചേട്ടൻ വാങ്ങിച്ചോണ്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് തല്ലിപ്പൊളിയായിരുന്നു. പിന്നെ എന്തായാലും ഇത്ര വില കൊടുത്ത് വാങ്ങിയതല്ലേ ചേച്ചി കഷ്ടപ്പെട്ട് കഴിച്ചു വന്നു. നമ്മളന്ന് വാങ്ങിയത് വെള്ളയായിരുന്നു. വെള്ളയമ്മ നിറച്ച് കറുപ്പ ഇതുകളായിട്ട്. ചുണ്ടൊക്കെ ലിപ്സ്റ്റിക് ഇട്ട പോലെയാവുന്നു. അപ്പൊ ആദ്യം നിന്നിട്ടൊന്ന് ഉരക്കരുത് ചുണ്ട്. അതാ നമ്മൾ കഴിക്കുകയാണ്. ഞാൻ കരുതി കൂടി ഇത് നല്ല രസമുണ്ട്. അല്ല ചേട്ടൻ കഴിഞ്ഞ ആഴ്ച കഴിച്ചു എന്ന് പറഞ്ഞു. അതെ ഭയങ്കര അല്ലേ? ചെറിയേട്ടനോ അല്ല ചേട്ടൻ ഈ വിളി നല്ല രസം. ഒരു വായിക്ക് കൊള്ളില്ലേ? ഒരു പുളിയോ ഉപ്പോ മധുര ഒരു വക ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനമായിരുന്നു. ശരിയാ, ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ആവും. നമ്മളന്ന് വാങ്ങിയത് തരാനാ? ശരി, ചെറുട്ടാ ഇതിന്റെ ഒരു തണ്ട് തരോ? ഇതിന്റെ മുറിച്ചെന്നെ വെക്കുക. മുളപ്പിച്ചിട്ട് പിടിച്ചില്ലേ? അയ്യോ എന്റെ കാല് മേലപ്പടി കോറും. അല്ല ചേട്ടാ ഷർട്ട് കണ്ടു പോയിട്ട് പൂച്ച മാന്തിയ പോലെയോ മേലപ്പടി. ഭയങ്കര ഇഷ്ടായി. ചെറുട്ടാ വീഡിയോ എടുത്തേക്കാ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടല്ലേ? കൊറേ ഉണ്ടായിരുന്നു അന്ന്. അയ്യോ ഇത് മുഴുവൻ ഒറ്റയ്ക്ക് തിന്ന് കഴിച്ചെന്നിട്ട് ഒരു വാക്ക് വിളിക്കണ്ട ഞങ്ങളെ. അയ്യോ ഉണ്ടായി നിക്കണത് തന്നെ ഒരു കാഴ്ചയാണ്. ചേട്ടന് തരട്ടല്ലേ കൊതി പറ്റും. ഇതിന്റെ 2 തണ്ട് തന്നോളാം. ചെറുത് കുഴിച്ചിട്ടുണ്ടാവോ നോക്കാം. വാങ്ങിക്കണത് ഒരു വക ടേസ്റ്റും ഇല്ലല്ലോ. ഇത് മധുരല്ല, മധുരം എന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയ പുളിയും നോക്കിയിട്ട് നല്ല രസമുണ്ട്.
ജഗ്ഗുന്റെ മുഖം ഒന്ന് കണ്ടിട്ട് ഒന്ന് പറഞ്ഞല്ലോ നീ ജഗ്ഗേ ഇതില്ല എന്നിട്ട് പറയാ ടീസ്പൂണില്ലാത്ത അങ്ങനെ കാര്യം തിന്നണാരാണ് മുഖം അല്ലെങ്കിൽ എന്നെ ജഗ്ഗുന്റെ ചുണ്ട് ഭയങ്കര ചുമപ്പ ജഗ്ഗു കാര്യം തിന്നണ കാരണം കൊണ്ട് അങ്ങനെ ഇരിക്കണ മുഖം. നിന്റെ ചുണ്ട് എനിക്ക് കാര്യം തിന്നാ മതിയായിരുന്നു. അമ്മേ ചെറിയേട്ടൻ ചേച്ചിക്ക് കൂർക്കതടത്തിലാണെന്ന് പണി. കഞ്ഞുണി ഇഷ്ടം പോയില്ല. ഇത് കഞ്ഞുണിയല്ല, തുളസി അല്ലേ? നമ്മുടെ മൂക്കില് മൂക്കൊക്കെ അടയുമ്പോ ആ വിക്സിന്റെ പോലത്തെ. ഓ ഭയങ്കരമാണ്. ചവിട്ടി ഒരു മാസമായി നിക്കണം. ഇങ്ങനെ നിക്ക ആ മൂക്ക് തുറക്കില്ല. വിക്സിന്റെ മൂക്കടഞ്ഞിണ്ടായിരുന്നു. അല്ല മൂക്ക് തുറക്കുന്നത് മനസ്സിലായി. നോക്കി ജഗ്ഗു അതിന്റെ മണം. ഇൻഹേലർ ഇതില്ലേ പോളോ മിഠായി ഇല്ലേ, പോളോ മിഠായി കറക്റ്റ് അതിന്റെ മണം. ആ ഒരു നോക്കിയടാ കണ്ടാ ശരിക്കത്. ആ മൂക്കിലേക്ക് മൂക്ക് ഇങ്ങനെ ഇതാവണു അല്ലേ, ഇൻഹേലർ വലിക്കില്ലേ ആ സാധനം അതുപോലെ. അപ്പൊ ഓക്കെ ഞങ്ങൾ പോകുന്നു. കാലത്തെ ഇപ്പോൾ കഞ്ഞൂടി കഴിഞ്ഞു, ഞാൻ ഡ്രസ്സൊക്കെ മാറി വീണ്ടും പണിക്ക് ഇറങ്ങാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതിവിടെ കുറച്ച് സാധനങ്ങൾ കാണാം. ഇത് കേട്ടോ കൈത് പൈനാപ്പിളിൻ്റെ തൈകളെന്ന് പറയാൻ പറ്റില്ല. ഇത് ഒക്കെ അല്ലാണ്ട് അവിടെ ഉണ്ടായിരുന്നതാണ്, അല്ലാണ്ട് വീണ്ടും സൈഡിലുണ്ടായിരുന്നുണ്ട്. അല്ലാണ്ട് പൈനാപ്പിൾ കൃഷി നിർത്തി മടുത്തു എന്ന് ഇതിൻ്റെ ഇടയിലത്തെ പുല്ല് വലിച്ച് ഇത് തോറ്റു. അപ്പോൾ ഇത് കടടക്കം പറിച്ചു തന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മറ്റേ ചാക്കിലേക്ക് ആക്കി കൊണ്ടുവന്നു. 5-6 ഉണ്ട്. അപ്പോൾ അത് ഈ സൈഡിലാണ് നടാമെന്ന് വിചാരിച്ചു. ഒരു കുഴി കുത്തിയിട്ടാണ് ഒറ്റ വരിയിട്ടാക്കുമ്പോൾ പുല്ലിൻ്റെ പ്രശ്നം വരില്ലെന്ന് തോന്നുന്നു. അല്ലാട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കൂട്ടത്തോടെ വെച്ചായിരുന്നേ ഇതിൻ്റെ ഇടയിൽ പുല്ല് വലിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേത്ത് കോറും. കൂട്ടത്തോടെ വയ്ക്കുമ്പോൾ പുല്ല് വരും. പൈനാപ്പിൾ കൃഷി ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ മൂത്തായത് ഞാൻ വെച്ച് കൊടുക്കുന്നു, കളയണ്ടല്ലോ. നമുക്കിപ്പോൾ ഭയങ്കര വലിയ കിലോ കണക്കിന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വെക്കുന്നു കേട്ടോ. ഒരു ടെന്നീസ് ബോളിൻ്റെ വലിപ്പം കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മതി വെക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാനിതിലിപ്പോൾ വളമൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഒന്നും ചെയ്യില്ല, വെറുതെ വെച്ച് കൊടുക്കണില്ല. പിന്നെ നല്ല ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിങ്ങളിൽ നിന്ന് ഞാൻ ഭയങ്കരമായ വിളവ് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വളരാതിരിക്കാം, ഞാനായിട്ടൊരു തടസ്സം പറയില്ല കേട്ടോ. തുറന്നങ്ങ് വിട്ടേക്കുക. ഭയങ്കര ഫേമസ് ആയില്ല ഡയലോഗ്. എന്തോരം പേരാ അതിൻ്റെ റീൽസ് പോലുള്ള സാധനം ചെയ്തോണ്ടില്ലേ. എത്രയ്ക്കധികം പേര് അങ്ങോട്ട് ചെയ്ത് ഹിറ്റാക്കിയ ഒരു സാധനം. അപ്പോൾ സാർ ഇതങ്ങോട്ട് വരും ചെയ്ത് കൂട്ടാൻ വയ്ക്കാനായിട്ട് ചാള വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അടിപൊളി ചാള. അപ്പോൾ ഞാൻ ഇതിരകലെ വെക്കുന്നത് കേട്ടോ, തൊട്ടടുപ്പിച്ചടുപ്പിച്ചാണ്ട് വെക്കുന്നില്ല. ചാവറുണ്ട്, ആ കോരി വന്നിട്ട് ചാവറിൽ നിന്ന് ഒതുക്കട്ടെ. പുല്ലായും കില്ലായൊക്കെ വന്നിട്ടു തേങ്കാശ്ശേരിപ്പിലാണ് ഇപ്പോൾ ആ ചാള കൂട്ടാൻ വയ്ക്കാൻ പോണത്. എന്തായാലും ഇവിടുത്തെ പണിയുടെ ഇടയിൽ ഉച്ചയ്ക്ക് ചോറിട്ട് പൊന്നാങ്കണ്ണി ചീര അല്ലാണ്ട് അവിടുത്തെ പറിച്ചു കൊണ്ടതാ. ഇത് ഒരു തടം ഉണ്ടാക്കണം. വാടി തുടങ്ങി, കുറച്ച് നേരം ചെയ്യാം. പാഴക്കട്ടെ ആൾക്ക് ഇപ്പോൾ എന്താ പറയുക, വംശറ്റ് പൂലിയ ഈ സാധനം ബെസ്റ്റ് സാധനം കേട്ടാ. പണ്ട് നമ്മുടെ ഇവിടെ ഒരു വീട്ടിൽ ഉണ്ടായിരുന്നു, കൊല്ലാമ്പന്മാരുടെ വീട്ടിൽ ശ്രീധരേട്ടൻ ഒരു മാച്ചുണ്ടായിരുന്നു. അത് ഇത്രയ്ക്ക് വലിപ്പമുള്ളതല്ല, അത് ഏകദേശം ഇത്രയ്ക്ക് വലിപ്പമുണ്ടായിരുന്നു, ഇത്രയ്ക്ക് വീതി ഉണ്ടായിരുന്നു ഈ സാധനത്തിന്. കാരണം വെച്ചാൽ ഈ കണ്ട നെൽകൃഷി ചെയ്യുമ്പോൾ അതിലിട്ടിട്ട് പുല്ല് വാരാനതിലേക്ക് ഏറ്റവും ഉപയോഗിച്ചിരുന്നതാണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് വാങ്ങിച്ചു കൊണ്ടിരും. കാരണം നമുക്ക് ഈ ഞാറ് നടന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് നല്ല ബല, ഇതുപോലത്തെ അല്ല, നല്ല സ്ട്രോങ് സാധനമായിരുന്നു. കാളുകൊണ്ട് പൂട്ടുമ്പോൾ അങ്ങനെ വലിയ വലിയ കട്ടകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഇതുകൊണ്ടാക്കുകയാണെങ്കിൽ പൊടിഞ്ഞ് വരില്ല, ഇതിൻ്റെ ചെറിയ ചെറിയ പീസുകളായിട്ട് വരും. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിതല്ലേ, അപ്പോൾ അനിലേട്ടനൊക്കെ അത് വലിക്കുകയാണെങ്കിൽ നമ്മളിത് കയറിയിരിക്കും. അപ്പോൾ അവർ വലിച്ചങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇതിങ്ങനെ എടുത്താലും എനിക്കത് കാണിക്കാൻ പറ്റില്ല. സരിതിനെ ഇങ്ങനെ വലിപ്പിക്കായിരുന്നില്ല. ഇങ്ങനെ വലിക്കുമ്പോൾ നല്ല ഇതിലാണ്ട് നല്ല വൃത്തിയിലാണ്ട് വരും. ഇനി അടുത്ത കുഴി കുത്താം. നല്ല വെയില, ഒടുക്കത്തെ വെയില, മഴയൊന്നുമില്ല. മഴ എന്തിനാണാവുക, തിമിർത്ത് കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് പെയ്തത്. അടുത്തന്നെ വയ്ക്കാൻ പോകണം. അങ്ങനെ നമ്മുടെ ഒരു സ്പെഷ്യൽ പൈനാപ്പിൾ തോട്ടം കഴിഞ്ഞു കേട്ടോ. 5 നട്ടു. സരിത അകലെന്ന് വരുന്നു കേട്ടോ, അവിടെ നിന്ന് ഞെട്ടിക്കാം. ഞാൻ ഓർത്തെ ആകല്ല ഒന്നുമല്ല, ഞാൻ വെറുതെ നീ ഇവിടെ ചാളയും
എൻ്റെ കൈമ മണ്ണുണ്ട്, കുഴപ്പമില്ല. കണ്ണടപ്പിച്ചുകൊണ്ട് കുഴപ്പമില്ല. എന്നെ പ്ലീസ് ചേട്ടാ, ഞാൻ കുളിച്ചോളൂ ചേട്ടാ, പ്ലീസ് ചേട്ടാ. ചേട്ടൻ്റെ കയ്യിൽ നിറച്ച് മണ്ണാണ്. ഒരു അത്ഭുതം കാണിച്ചു തരാം നിനക്ക്. കാണില്ല. കണ്ണടച്ചിട്ട് നടക്കാം, ഞാൻ കണ്ണടച്ചിട്ട് നടക്കാം. ചേട്ടാ മുന്നിൽ വലുതുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഈശ്വരൻ്റെ ഒരു കയ്യില് ചാള, ഒരു കയ്യില് തക്കാളി. കണ്ണ് പറഞ്ഞിട്ടില്ല. ഇല്ല. ഇവിടേക്കിട്ടെ. ഇനി എൻ്റെ പിന്നെ ഇവിടെ മൈക്ക് വെച്ചാരാ. എങ്ങളെന്നെ പിടിച്ചോണ്ട് പോകണം. നീ ധൈര്യമായിട്ട് നടന്നോ? ഇവിടെ നിരപ്പാണ്. പക്ഷെ കണ്ണടച്ചിട്ടുള്ള നടക്കണേ, അപ്പൊ നമുക്ക് എങ്ങനെയാലും ഒരു പേടി ഉണ്ടാവല്ലോ. കണ്ണ് തുറന്നിട്ട് നേരെ നോക്കിയേ. എന്തൊരു കണ്ണത്? അല്ല ചേട്ടന്റെ വീട് അവിടേക്ക് നേരെ അടിയിലേക്ക്. അയ്യോ കണ്ടോ കൈത ചക്ക. അല്ല അല്ല ചേട്ടന്റെ അവിടെ ഇത്രയും വലുതായതല്ലേ ചേട്ടൻ പറിച്ചു കളഞ്ഞേ? ഒക്കെ പറിച്ചു കളയാ. അപ്പൊ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നു. ഇവര് എന്തായാലും പോവല്ലേ അത്. ഈ അറ്റം തൊട്ട് ആറ്റം വരെ പൈനാപ്പിള് മാർക്കറ്റിൽ നിന്ന് കിട്ടില്ലേ? അതിന്റെ ഒടിച്ചു കൊണ്ട് കുത്താഞ്ചതായിരുന്നു. അല്ല അത് കൊണ്ടുവന്ന് വെക്കണം. അല്ല അവിടെ വരെ വെക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ 5 കിട്ടി അടിപൊളി കണ്ടാ നല്ല ഭംഗിയില്ലേ കാണാൻ. പുത്തനായിട്ട് കൃഷി സ്ഥലത്തിന് ഒരു മാറ്റം വന്നില്ലേ. നീ ഇപ്പൊ ഇത് കാണിക്കാൻ തന്നെ ഞാൻ കണ്ണടപ്പിച്ച് പിടിച്ച. പേടിച്ചാ? പേടി എനിക്ക്. ഇവിടെ ഒരു വലയുണ്ട്. ഈ വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ആർക്കെങ്കിലും ആവശ്യമുണ്ട്. ഈ വല എന്ന് പറഞ്ഞാൽ കിണർ വലയാണ്. നോക്കിയാ, ഇത് നല്ല വലയാണ്. അത് അല്ല ചേട്ടാ, ഇവിടെ കോഴികളെ വളർത്തിയുള്ള സമയത്തിന്റെ ചുറ്റും കോഴികള് പുറത്തി ചാടാണ്ടിരിക്കാൻ ചുറ്റും ചേർത്തുള്ള വലയാണ്. ഇതിപ്പോ എന്ത് ചെയ്യാ? ആർക്കെങ്കിലും ആവശ്യം ഉണ്ടാവോ? അത് ഇവിടെ ഇരുന്നോട്ടെ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമായിരിക്കും. കണ്ടാ അത് കെട്ടായിട്ട്. ഇത് ഞാൻ എന്താ അവിടെ കൊണ്ടിട്ടല്ലോ അവിടെ ഒതുക്കി. അപ്പൊ വൃത്തിയാവേ. ഇതേപോലെ പാമ്പുണ്ടാവേ. എവിടെയാ അടുപ്പ് വെച്ച് കത്തിക്കാൻ പോണേ? ഞാനിവിടെ ഇരിക്കല്ലേ? ഇവിടെ ഇരുന്ന് ചെയ്താൽ മതി. അപ്പൊ എന്നോട് വർത്താനം പറയും ചെയ്യാലോ. അതായത് സരിത, ഒരാഴ്ച കഴിയുമ്പോ സജീവിന് അങ്ങോട്ട് വരുമ്പോ സജീവ് അത്ഭുതപ്പെടും. ഇവിടേക്ക് ഇങ്ങനെ മാറ്റം വന്നിട്ട്. സജീവ് തരായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. സജീവ് ഇപ്പൊ എന്നെ അങ്ങോട്ട് പോയില്ലോ, ഇങ്ങോട്ട് നോക്കിയേ ഇല്ല. എനിക്ക് തോന്നണേ എല്ലാം കഴിഞ്ഞിട്ട് കാണാൻ വരാനായിരിക്കും. അപ്പൊ കാഴ്ചക്ക് ഒരു ഭംഗി ഉണ്ടാവൂല്ലോ. ഇവിടെ സരിത വേറെ 2 തടങ്ങൾ ഉണ്ടാക്കിട്ടാ. ഇത് കുക്കുംബർ, ഇത് അമര, ഇത് വേറൊരു ടൈപ്പ് പയറ് നട്ടു. മറ്റേ പയർ എവിടെ നട്ടേ? ഏത്? അല്ല ചേട്ടൻ അത് ഇത് അല്ല മാറ്റങ്ങളെ. പണ്ടോരോ പടങ്ങളിലേ പിക്നിക്കിന് പോവാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ തുണിയൊക്കെ വിരിച്ച് ഇരുന്ന് അല്ലേ? ഓരോ ഈ പുഴയുടെ തീരത്തൊക്കെ ചെറിയ ചെറിയ ഡാമുകളുടെ സൈഡിൽ നല്ല. ഇന്നലെ ഞാൻ യൂട്യൂബിൽ കാണാൻ പറയത്തെന്ന് പറഞ്ഞ സിനിമ അതിലുണ്ട്. ഒരു പുഴയുടെ തീരത്ത് ഇങ്ങനെ അവര് പിക്നിക്ക് വന്നേക്കണു. ഒരു മധുര കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുല്ല. നല്ല പാട്ടുകളുണ്ട് അതില്, നല്ല പാട്ടുകളുണ്ട് അതില്. അത് തൃശ്ശൂർ വന്നപ്പോ എനിക്ക് കാണാൻ പറ്റിയില്ല. 1984 അല്ലാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ആലോലമാടാ ഈ രാവിൽ നീ കൂടെ വാ. നല്ല രസാ പാട്ട് അല്ലേ ചേട്ടാ? ശോഭനിക്ക് 14 വയസ്സുള്ളോ സിനിമയിൽ അഭിനയിക്കുമ്പോ? 84 ഇറങ്ങിയ പടം. ശോഭനി ഞാനും ഒരേ പ്രായ. ശോഭനി ഞാനും ഒരേ പ്രായം. എന്താ അത്ഭുതത്തോടെ നീ നോക്കണു? ശോഭന എന്നെക്കാളും 70 ജനിച്ചത്. എന്നെക്കാളും ഒരു നേരി 2-3 മാസത്തിന്റെ വ്യത്യാസമുള്ളോ ജനിച്ചല്. വിനീതൊക്കെ ഞങ്ങൾക്ക് ഒരേ പ്രായക്കാരാ. ഏത് ഡാൻസ് കളിക്കുന്ന വിനീതില്ലേ? മനോജ് കെ എന്നെക്കാളും മൂത്തതാ. ദിലീപ് എന്നെക്കാളും 1 വയസ്സ് മൂത്തതാ. കുറെ പേരുണ്ട്. കൂട്ടാൻ വയ്ക്കാനായിട്ടേ തെങ്കാശി അടുപ്പാണ് ചെയ്യുന്നത്. അപ്പം അതിൽ സ്ഥലത്തേക്ക് തീ കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ അടുപ്പില്ലേ എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ട് നടക്കട്ടെ. അതാണ് ഏറ്റവും ഗുണം. ചട്ടി വയ്ക്കുന്നു. ചേട്ടൻ എന്തൊരു ചെയ്യാൻ പോണേ? നീ ഇതൊരു വെള്ളരി വിത്ത് വെറുതെ ഇട്ടു. അതിന്റെ മീത് വെറുതെ മണ്ണിട്ട് കൊടുക്കും. എന്നിട്ട് ആ തെങ്ങിന്റെ കുറ്റിയിലേക്കാണോ? അതിന് പടരാനായിട്ട്. വെള്ളരി ഇപ്പൊ എങ്ങനെ വേണമെങ്കിലും പടർന്നോളും. ഞാൻ കൂട്ടാൻ വയ്ക്കുന്നത് കാണിക്കണ്ടല്ലോ. ഇടയ്ക്ക് ഓരോ മിന്നായും പോലെ കാണിച്ചോ? അല്ലെങ്കിൽ കൂട്ടാൻ വെച്ചത് എങ്ങനെ ചാള കൂട്ടാൻ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ വെക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ടേ? അത് നമ്മള് പലവട്ടം വെച്ചിട്ടുള്ള ടൈപ്പ് തന്നെയാ, പുതുമയൊന്നുമില്ല. ആയിക്കോട്ടെ, പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ അവർക്ക് അറിയണ്ടേ? നമ്മളേ
കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മീൻ പുളിയാണം എന്ന് പറഞ്ഞിട്ട് കൊല്ലംകാരുടെ ഒരു കറി. ബോട്ട്സാനുള്ള ചേച്ചി പറഞ്ഞിട്ടുള്ളത്, സുനന്ദ ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ളതായിരുന്നു. ദൈവമേ, ആ ചേച്ചിയായിട്ട് ചാറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് മെസ്സേജുകൾ അയക്കാറുണ്ട്. നമ്മുടെ ഓരോ വീഡിയോകളെ കുറിച്ചിട്ടൊക്കെ ആള് വോയിസുകൾ അയക്കാറുണ്ട്. ഇടയ്ക്ക് അയക്കും, പിന്നെ കുറച്ച് നാൾ എനിക്കൊന്നും ഉണ്ടാവില്ല, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ അയക്കും. അങ്ങനെ ഇടയിലിടയിൽ ഗ്യാപ്പ് വരാറുണ്ട്. കഴിഞ്ഞ ജൂലൈ 25-ാം തീയതിയാണ് ലാസ്റ്റ് മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ 2-3-4 ദിവസം മുന്നേ ആളുടെ ബ്രദർ മെസ്സേജ് ഇട്ടേക്കണു, ആൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അയ്യോ, ഭയങ്കര ഷോക്കായി പോയി കേട്ടിട്ട്. ആ ചേച്ചിക്കാണെങ്കിലോ ഇനി കഴിഞ്ഞ വട്ടം അങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ കൂടെ വീഡിയോ ചെയ്യണമെന്ന്. കുറേ പാചകങ്ങളൊക്കെ അറിയണൊരു ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ചേച്ചിയാണ്. നല്ല വണ്ണുണ്ട് ആള്, പക്ഷെ ആ വണ്ണൊന്നും ആൾക്കൊരു വിഷയമല്ല. വണ്ണെന്ന് പറഞ്ഞൊരു 110 കിലോ തൂക്കൊക്കെ ആള് കാർ ഓടിപ്പിച്ചു വന്നേ. ഒരു പ്രത്യേക ഇതാ, പക്ഷെ ഭയങ്കര ആക്റ്റീവാ, നല്ല. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കൂടെ വന്നിട്ട് 2-3 വീഡിയോകളൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമുക്ക് മെസ്സേജ് ഇടുമ്പോഴും പറയാറുണ്ട് അത് വരും, അടുത്ത വരവിൽ എന്തായാലും വരും, വന്നിട്ട് വീഡിയോ ചെയ്യണം നോക്കിയേ. അപ്പോൾ ഭയങ്കര ഒരു വിഷമമായി അത് കേട്ടോ. ബോട്ട്സാനയില് കള്ളന്മാരെ കേന്ദ്രം അത്ര, കള്ളന്മാരൊക്കെ ആക്രമണത്തിൽ നിന്നൊക്കെ കുറെ രക്ഷപ്പെട്ടിട്ടുള്ള ആള്. നാട്ടിലാ ചേച്ചിയുടെ വീട് ഇവിടെ അടുത്താട്ടാ. എവിടെയാ? പെരിഞ്ചേരി എവിടെയാ ചേട്ടാ? അമണിശ്ശേരി. കുറുക്കഞ്ചേരി. മീൻ കൂട്ടാനൊരു പ്രത്യേകതയില്ല ചേട്ടാ. ഞാൻ ഇവിടെ ഇരുന്ന് വെക്കണമെന്ന് മാത്രം, ഈ പറമ്പിലിരുന്ന് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകത. ചുമന്നുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇതൊക്കെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് കുറച്ചെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉലുവ ആദ്യം ഇട്ടു. ഒരു പുരാവസ്തു ചിരട്ട കിട്ടിച്ചരുത് മണ്ണിൻ്റെ അടിയിൽ നിന്ന്. അത് ഞാൻ കണ്ട ചിരട്ടയൊക്കെ ദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അപൂർവ. കത്തിക്കോട്ടെ, നാനഞ്ഞിട്ടല്ലേ ഇരിക്കണേ. കുറെ സാധനങ്ങൾ ഇട്ടത് ഒരുമിച്ച് കിടന്നോട്ടെ. ഇനിയില്ലേ കൂട്ടാൻ്റെ മണം അങ്ങോട്ട് വരുമ്പോഴല്ലേ നമ്മുടെ കൺട്രോള് പോവും കളയ്ക്കുമ്പോൾ. അതല്ല ഉച്ചയ്ക്ക് ചോറിനുമ്പോഴുള്ള രസം. അതിനാണ് എന്നോട് ഇവിടെ വന്നിരുന്ന് കൂട്ടാൻ വയ്ക്കാൻ പറഞ്ഞല്ലേ. ഇതെവിടെ മീൻ വാങ്ങിച്ചേ? അതാ ആ സീമ ചേച്ചി ചോദിച്ചേ ചാള എവിടെ നിന്ന് കിട്ടിയെന്ന്. അല്ല ചേട്ടൻ വാങ്ങിക്കാൻ പോയിട്ട് പറഞ്ഞു ചാള ഒരു സ്ഥലത്തില്ല എന്ന് പറഞ്ഞിട്ട്. അല്ല ചേട്ടാ അയിലേ വാങ്ങിച്ചോണെന്ന് എത്ര അല്ല ഇന്നല്ല ഇന്നലെ മിഞ്ഞാ ഞങ്ങൾ അല്ല ചേട്ടൻ ചാള വാങ്ങിക്കാൻ പോയിട്ട്. എന്നിട്ട് ചാള കിട്ടാണ്ട് അയിലേ ആ ചേച്ചിക്ക് കൂട്ടാൻ അവിടെ കൂട്ടാൻ വെക്കാനുള്ള മീൻ കഴിച്ച് ബാക്കി ചേട്ടൻ വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. തല കളഞ്ഞില്ല അല്ലേ? തല കളഞ്ഞു. അല്ല ഈ സാധനം തലേരെ കുറ്റി ഉണ്ടായിക്കോട്ടെ, തല കളഞ്ഞില്ലേ? ലോഡ് പഴുതാരകള തരുതാ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇതിൻ്റെ ഉള്ളിൽ പലിഞ്ഞീനുണ്ടായിരുന്നു കേട്ടാ. അതൊക്കെ ഞങ്ങൾ മുന്നേ വറുത്തു തിന്നു. ഇതോടെ ഇരിക്കട്ടെ, മീൻ കൂട്ടാൻ വെച്ച് കഴിഞ്ഞിട്ട് വറക്കാം. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ സുഖ, ഇങ്ങനെ കൈയൊക്കെ എത്തിക്കണോടത്ത് നമുക്ക് കത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ഗ്യാസിന് ലാഭം, നല്ല കാറ്റുണ്ട്. കുടില് ആവുമ്പോൾ കുടില് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇവിടെ ഇരിക്കുമ്പോൾ വേറൊരു വൈബ് അല്ലേ? കുടിലിൻ്റെ അവിടെ ഈ ചൂട് കൂടുതലാണ്. ഇവിടെ ചൂടില്ല, പണിയെടുക്കുന്നവർക്ക് ചൂടുണ്ട്, കൈക്കോട്ട് കളിക്കുന്നവർക്ക് ചൂടുണ്ട്. എനിക്ക് ചൂടൊക്കെ ഉണ്ട്, അടുപ്പിൽ നിന്ന് ചൂട് വരുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഇരിക്കല്ല, അത് കാരണം എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇനി ചേട്ടൻ ഇവിടെ അല്ലേ വൃത്തിയാക്കാൻ പോണേ? ഈ മേഖലയിലേക്ക് ചേട്ടൻ ആക്രമണം വ്യാപിപ്പിക്കാൻ പോവാണ്. ഇവിടെ കുറെ ഇവിടുത്തെ ചില്ലകളൊക്കെ വെട്ടിയില്ല. ഇത് കമ്പുകളില്ലേ പയറിനൊക്കെ കുത്തി കൊടുക്കാനാ? പയറിന് കുത്തി കൊടുക്കാൻ ഉദാഹരണമായിട്ട് നമ്മുടെ പയറുകളൊക്കെ ഇല്ലേ, പയറ് പൊന്തി തുടങ്ങി. അപ്പോൾ ഇവർക്ക് നമ്മൾ ഇങ്ങനെ കാല് ചേട്ടൻ ഞാനിവിടെ ഇതില് പൊടികളൊക്കെ ഇടാറായി. ഇടട്ടെ? അതേ പോക്കാം. മഞ്ഞൾ പൊടി. ചേട്ടൻ എന്തിനാ ഈ കളക്കണോടത്തുനിന്ന് ഇങ്ങോട്ട് ഇടയ്ക്ക് വരണേ? അത് വെറുതെ. മല്ലിപ്പൊടി അല്ലാന്ന് പെട്ടെന്ന് മസാല പൊടിയാണ് ആ വിട്ടേച്ചു. അപ്പൊ അത് കോരി കളയണം. 2 തക്കാളി,
വലയെ കളയാൻ പറ്റില്ല. അത് കിടന്നോട്ടെ. കോൽപ്പുളിയിലാണ് കേട്ടോ കൂട്ടാൻ വയ്ക്കണേ. ചാളിരുന്നു ഭീകരം ചാളകളാ. 2 കഷ്ണമൊക്കെ ആയിരുന്നു അല്ലേ? ഏയ് ചാള ഇങ്ങനെ പണ്ടൊക്കെ ആയിരുന്നു തിന്നാൻ കിട്ടാത്ത കാലത്തായിരുന്നു 2 കഷ്ണം 3 കഷ്ണം ഒക്കെ. അതൊന്നും അങ്ങനെ വിശക്കുമ്പോഴേ ഇപ്പൊ കൈക്കോട്ട് കളിക്കുമ്പോൾ വിശക്കുമ്പോൾ എന്തിനാ ആദ്യം സംഭവിക്കാന്നറിയോ? നമ്മുടെ കാലുകളിൽ ഒരു തളർച്ച ബാധിക്കും, ചെറിയൊരു തളർച്ച വരുന്നില്ല. അപ്പൊ അത് ഊഞ്ഞാലും ഇരുന്ന് 2 ആട്ടാട്. ഇനി മതി, നിർത്ത്. മീൻ കൂട്ടാൻ ചാള നേരത്തെ അട ഉണ്ടാക്കാൻ പോവാണോ? മീൻ കൂട്ടാൻ ആവാറായിട്ടുണ്ട്. ഞാൻ ചേട്ടനുള്ള ചോറ് എടുത്തിട്ട് പോന്നതാ. ഇറക്കാലത് കൂട്ടാൻ കുറുകിയാ കുറുകി. ബാക്കിയുള്ള വൈകുന്നേരത്തേക്ക് കുറുക്കാന്നാവും ചേട്ടൻ മനസ്സിൽ പറയണ്. കുറുക്കൊന്നും വേണ്ട, മറ്റേ സാധനം മീൻ വറക്കേണ്ട സാധനം എടുക്ക്. വിശപ്പ് അതിന്റെ പാരമ്യതയിലെത്തി. ഇതിന്റെ അടിയിൽ പിടിക്കൂ സരിതാ. ഇതില് ആ വേപ്പിന്റെ ഇല വേണേ വെച്ചോ. ഇപ്പൊ ചെറിയ ചിപ്പനെ കണ്ട മറ്റേ വാഴല പൊട്ടിക്കാൻ വന്നത് എന്തിനാ? മീൻ വറക്കാനാണ്. അവര് വാഴലിട്ടിട്ട് അതിൽ അത്ര മീൻ വറക്കാം. അപ്പൊ നമുക്ക് ചെയ്യാം. കൊറേ സമയം പിടിക്കാവാനായിട്ടില്ലേ? എനിക്കറിയില്ല. വേണ്ട, നമുക്ക് വാഴല വേണ്ട. അങ്ങനെ നമ്മൾ മീൻ വറക്കാൻ പോകുന്നു. കുഴിഞ്ഞ പാത്രത്തിലാ, പരന്ന പാത്രത്തിലാ വയ്ക്കില്ല. വെളിച്ചെണ്ണ ചൂടായി. എൻ്റെ ക്ഷമ കേട്ടോടങ്ങി. ഞാൻ മറച്ചിടാൻ പോവാ. സരിത പറഞ്ഞ ആയിട്ടുണ്ടാവില്ല, ഇത് മെല്ലിയാ ഉള്ളേ. ഈ ആയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ നേരത്തെ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നെ മറച്ചിടാൻ നോക്കി തുടങ്ങി. ഇപ്പം ആയിട്ടുണ്ടാവും. ആയിട്ടുണ്ടാ? ഈ ആയിരിക്കും നോക്കുന്നു. ഞാനത് ചെയ്യും. പക്ഷെ എന്നെ അവിടെ നിന്ന് എണീപ്പിച്ചു വിട്ടു. ചേട്ടൻ അവിടെ കയറിയിരുന്നു. ഇതൊക്കെ ചെയ്യാൻ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? പിന്നെ അതല്ല, ഇതിൽ മെയിനായിട്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വറക്കണ പാത്രമല്ല. നമ്മൾ പറയണത് ഒരു ബന്ധമില്ലാത്ത മറുപടിയാണല്ലോ ചേട്ടൻ പറയണേ. അതെനിക്ക് മനസ്സിലായി. നീ പറഞ്ഞു ഞാൻ എന്നിട്ട് പറഞ്ഞേ ഇത് ഭയങ്കര ഇഷ്ടമാണല്ലേ ഏത് ഇങ്ങനെ ആക്കണത്. മീൻ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചേട്ടന് ചോറ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മീൻ സെൻട്രലത്തെ വറവായിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ എന്നാ ചോറ് തിന്നു. തേങ്ങേരം മൂട് 2 മീൻ കഷ്ണം ചേർത്തിട്ടുണ്ട്. എന്താ വില ചാളക്ക്? 240 രൂപ. സെൻട്രലത്തെ എടുക്കാല്ലേ? ആയിട്ടുണ്ടാവായിരിക്കും. അതിൻ്റെ അപ്പൊ ഞാൻ ചോറിനാൻ പോവാണ്. അവിടെ നിന്നത്തെ ചോറിനുണ്ട്. അത് മഞ്ഞിരുന്നോ അല്ലെങ്കിൽ ആ പായലിരുന്നോ? പായ ശരിക്കും വിരിച്ചു തരണ? ഇത് വിട്ടൂലോ. അത് ചിലത് വിട്ടു, ചിലതൊക്കെ വിട്ടു. ഞാൻ അവിടെ നിന്ന് ചോറിനാൻ പോവാട്ടാ. സരിതാ കാലൊക്കെ കൂട്ടാൻ ആണോ? എന്ത് രസാ. അത് ഇവിടെ നിന്ന് ചോറിനായിട്ടേ ഇപ്പോൾ വിളിക്കില്ല. നീ പണിയുണ്ട് നിൽക്കുള്ളതാണ്. തന്നാ കഴിക്കാം. ചൂടുണ്ടാ? ഇല്ലല്ലോ. കൂട്ടാൻ ചൂടാറിയില്ല. നല്ല രസാ. ചോറും ഇല്ലേ? സൂപ്പർ സാധനം. മീൻ കഴിച്ച് കൂട്ടാനിട്ട മീൻ ചൂടുണ്ട്. ശരിക്കും ഈ ഒരു കഷ്ണം എത്ര സെന്റാ? 18 അല്ലേ? എന്തോ ഇത് മൊത്തം 48 സെന്റ് സ്ഥലം. ചെറിയേട്ടനും ഷാൻചേട്ടനും സജീവനും കൂടി വാങ്ങിച്ചത്. എന്നിട്ട് എനിക്കിപ്പോൾ വഴി ഇങ്ങനെ ഇട്ടിട്ട് 3ആയിട്ട് ഭാഗിച്ചു. ഇതിലത്തെ സെൻട്രലത്തെ പീസാണ് സജീവൻ്റെ. അപ്പം എത്രയുണ്ട്? 15. വഴിക്ക് കുറച്ച് പോയി. 15 സെന്റിനേക്കാളും കുറച്ച് കുറവുണ്ടാവും. 14 സെന്റ് ഉണ്ടാവും അല്ലേ ഒരു കഷ്ണം. അതിലൊരു ഇതൊക്കെ കഴിഞ്ഞു അല്ലേ? ആ ഭാഗം മൊത്തം കഴിഞ്ഞു. പിന്നെ ചേട്ടാ ആ മൂലയിൽ ഇവിടെ 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 ഇങ്ങനെ മതി. ചേട്ടൻ കഴിച്ചോ? വീട്ടിൽ അവിടെ പോയിട്ട് കഴിക്കാം. അപ്പം ഇന്ന് എടുത്ത് പറയേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ അവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. അത് ഞാൻ 2 തണ്ട് കൊണ്ട് കുഴിച്ചിട്ടുണ്ട്. നമ്മളന്ന് വാങ്ങിച്ച പോലെ നിന്നല്ല അല്ലേ? വാങ്ങിച്ചത് എന്തൊട്ട് സാധനം, എന്ത് രസം അത്. അപ്പം അത് കുഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കണം. അപ്പം നിർത്താം.